വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. ആ വലിവും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി. നിന്റെ കല്യാണക്കാരി നാട്ടുകാർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത്? അപ്പൊ സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പോഴും സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടില്ല. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, പിന്നെ എന്തിനാ അവളെ മോഹിപ്പിച്ചത്? അപ്പൊ സമ്മതിച്ചോ? ശരി, ഇവന്റെ കാര്യം. ആശാൻ പേടിക്കണ്ട, ആശാന്റെ കഴിഞ്ഞിട്ട് കേട്ടോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിരിയാം. വാസു, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അനിയത്തി. എന്നോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ആപത്തിൽ പഠിച്ചു എന്നെ കൈവിടൂലെന്ന്. ഇനി ഇവക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ വാസു ഏത് കോലത്തിലാ തിരിച്ചു വരാന്ന് ആര് കണ്ട്? എടോ, ഇവന്റെ പെണ്ണല്ലേ ഇത്? ഇവളിപ്പൊ തന്നെ തലയിലേക്ക് കൂട്ടിക്കോട്ടെ. പിന്നെ എന്താ അതിന്റെ ചടങ്ങ് കാര്യങ്ങളൊക്കെ നമ്മൾ സൗകര്യം പോലെ ചെയ്യാം. ചേട്ടാ, ആ വണ്ടിയിലിരുന്ന് താടിക്കാരൻ എന്നെ കൊല്ലാൻ നടക്കണേ. അയാൾ എന്നെ കണ്ടു. ഞാൻ വീട്ടിൽ പോയാ എന്നെ കിട്ടാൻ വേണ്ടി എന്റെ പപ്പയും മമ്മയും അയാൾ കൊല്ലും. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ പോകാത്ത. നിന്നെന്തിനാ അവര് കൊല്ലണേ? പറയൂ ബോബി, എന്തിനാ അവര് കൊല്ലാൻ നടക്കണേ? ഇനി നീ നാട്ടിലേക്ക് പോണത് ശരിയല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റുള്ളവർ അറിഞ്ഞ സ്ഥിതിക്ക് അത് കൂടുതൽ ആപത്തുകൾ ഉണ്ടാക്കും. അതിനു മുമ്പ് ആ പയ്യനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഇറങ്ങി തിരുമേനി. ഓ, വന്നേ വന്നേ. ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? അങ്ങനെ ആളോ? ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. അല്ലേ, ഞാൻ ആനേനെ പേടിച്ച് ആശുപത്രി ഇതിലെ വന്നേ. അപ്പൊ ഇതിനെ കൊടുക്കോ? ടാക്സിയിലല്ല, വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലത് കാലം എടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ. അടുത്തായ നന്നായി. ചായക്കട വരാലോ? ചായക്കട വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. കേറുവാ. ചെല്ലപ്പാ, കാശ് മേടിച്ചോണ്ടിരാ. അപ്പൊ സരസുനെ കാണാനോ? സരസുവിനെ കാണിക്കാൻ തന്നെ. ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ഇതാ കുരങ്ങൻ തട്ടിമറിച്ചിട്ടുണ്ടാവും. പിടിവിടെ തിരുമേനി. എന്തൊരു ബലം! അകത്തോട്ട് വന്നേ, വന്നേ. മാധവകുട്ടി നോക്കി നിൽക്കാതെ അഴിച്ചു കൊടുക്കുന്നു. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്മിലേക്ക് കൊണ്ടുപോകണമെന്ന് അവര് പറയണ ഞാൻ കേട്ടു.
പോണ്ടോ, പേടിക്കണ്ട തിരുമേനി, ഞാനില്ലേ. പോണ്ടാന്ന് വിട്, പോണ്ടാന്ന് വിട്. ഓ, രക്ഷപ്പെട്ടു. അയ്യോ, അതെ. ഇതാണ് ആശാൻ പറഞ്ഞ വോട്ട് കമ്പനി. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒന്നും മെല്ലെ വിളി, ഒരാളും കേൾക്കും നമുക്ക്. മാധവൻകുട്ടിയെ, അതെ, ഒന്നും കൂടി ഒച്ച കുറച്ചാൽ കെട്ടിടം പൊളിഞ്ഞോണ്ട. മാധവൻകുട്ടിയെ. ഈ വിളി ഓന്റെ അടുത്തെന്ന് വിളിച്ചാൽ ഓൻ കേൾക്കും. വരി. എന്താണ് കുറച്ചൊന്നും തരുന്നത്? അതാണ് മോനെ റമ്മ്. റമ്മോ? ഓ, റമ്മ് ദീപ്പാ. മുസ്തഫ, എനിക്ക് ഇപ്പൊ എന്റെ കൂടി പോകാൻ നമുക്ക് ഒന്നിച്ചു പോവാ. നിങ്ങൾ കഴിഞ്ഞേ ഇവിടെ ഇരിക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഡാഡിയാന്ന് പറഞ്ഞാൽ മതി. ആര്? മുസ്തഫന്റെ ഡാഡി. അതെ, മുസ്തഫന്റെ വാപ്പാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ഒന്ന് കൂട്ടിലേക്ക് വലിയ പേടിയാ. ഞാൻ ഒപ്പം വരാം. അല്ല, ഞാൻ സാറിവിടെ ഇരുന്ന് വലിക്കുവാണോ? വലിയവും വിടുന്നില്ല, പന്ന തിരുമേനിയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി. നീ അവനെ കൊണ്ടേ കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ചു. സാറേ വലുവും വെച്ചോണ്ട് അടിക്കാൻ നിൽക്കണ്ട. ഒരു ബ്ലേഡ് മേടിച്ച് തന്നാ മതി. എന്തിന്? വടിച്ചു വിട്ടാ എല്ലാവരുടെയും തല അടിച്ചു പൊളിക്കാൻ ആ എളുപ്പമാണ്. ബ്ലേഡും കൊണ്ട് ചെന്നാ മതി, അവന്മാര് നീട്ടി തരും. അയ്യോ തിരുമേനി. അജയരെ, ആദ്യം തന്നെ ആനപ്പുറത്ത് കൊണ്ട് കാലൊടിഞ്ഞു. പിന്നെ കുരങ്ങ് എന്റെ മാനം കെടുത്തി. ഇപ്പൊ കുറെ മുട്ടാളന്മാരെ മേത്ത് പിടിക്കുക, അടിക്കുക. പണ്ട് കുടി കഴിഞ്ഞതും പടയ ചത്തു. ഇപ്പൊ ഇവിടെ വളമ്പണ്ട. നമ്മൾ രണ്ടാളും ഒത്തു നിന്നാൽ ഇവിടെയുള്ള സകല മാറികളെയും ഒതുക്കാൻ കഴിയും. നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു നല്ല കാര്യത്തിനല്ലേ? ആ, തയ്യാറ്. ഞാൻ കുടിക്കാൻ കഴിയും. വന്നോളൂ.
പയ്യനെ കിട്ടി, എന്നെ പിടിക്കരുത്. ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ. തിരിപ്പവരെന്താക്കും? പോലീസിൽ ഏൽപ്പിക്കാനോ? മോനെ പോവാ. ഞാൻ വരൂല. ചെല്ല് ബോബി. ഇല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. അങ്ങനെ പറയരുത്. എന്നാ നിങ്ങളും വാ എന്റെ കൂടെ. പ്ലീസ്, ഞങ്ങളുടെ ആഗ്രഹം അതാണ്. വേണ്ട സാർ, പ്രായത്തിന്റെ കൗതുകം കൊണ്ട് ബോബിക്ക് ഇപ്പൊ അങ്ങനെ തോന്നും. പിന്നെ കുറെ കഴിയുമ്പോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. മനസ്സിലെ ഞാനല്ലേ പറയുന്നത്. പേടിക്കണ്ട, ഇനി ആ വക ഏർപ്പാടുകൾ അവനുണ്ടാവില്ല. എല്ലാം ഓക്കെ.